ദൈവമഹത്വത്തിലേക്ക് സ്വാഗതം. അയ്മസമ്മയുടെ സംവിധാനത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ സമ്പൽ സമൃദ്ധിയാലും സന്താന സൗഭാഗ്യത്താലും അനുഗ്രഹീതനായിരുന്നു ജോബ്. പൂർവപിതാവായ ജോബ് അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിരുന്നു. ദൈവസ്തുതികളിൽ ജീവിച്ചിരുന്ന വ്യക്തി, പൂർണ്ണമായിട്ട് തന്നെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ആയിരുന്ന വ്യക്തി. എന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഏറെ പരീക്ഷണങ്ങൾ കടന്നു വരുന്നു. ആ പരീക്ഷണങ്ങൾ ആരംഭിച്ചപ്പോൾ സാത്താൻ കഠിനമായിട്ട് പരീക്ഷിച്ച് ജോബിൽ നിന്നും ഓരോ കാര്യങ്ങളും എടുത്തു മാറ്റി. വേലക്കാർ കൊല്ലപ്പെടുകയും ഒട്ടകങ്ങളും ആടുമാടുകളും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ മക്കൾ കൊല്ലപ്പെട്ടു. വിളവുകളും നശിച്ചു. ഇതെല്ലാം സംഭവിച്ചപ്പോൾ ഇതിൻ്റെയൊക്കെ വാർത്തകൾ ജോബിൻ്റെ ചെവിയിലെത്തി. ഇതിലൊന്നിലും നിരാശനാകാതെ ജോബ് പറഞ്ഞു, നഗ്നനായി വെറും കൈയോടെ ഞാൻ ഈ ലോകത്തിലേക്ക് വന്നു. തനിക്ക് ദാനമായി നൽകിയതാണ് ഈ സ്വത്തുവകകളും മക്കളുമെല്ലാം. ജോബ് ചഞ്ചലചിത്തനായില്ല. ദൈവത്തിലേക്ക് തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എന്ന്. ജോബിൻ്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഭാര്യ വെറുത്തു തുടങ്ങി. ജോബിനെ ശുശ്രൂഷിക്കുവാനായിട്ട് പരിചാരകർ ഇല്ലാതെയായി. ദാരിദ്ര്യം കുടുംബത്തിൽ കുടികയറി. എല്ലാം നശിച്ച അവസ്ഥയിൽ ആശ്വസിപ്പിക്കുവാൻ വന്നവരെല്ലാവരും ശാസകരായി മാറി. അവർ ജോബിനെ പഴിച്ചു. ജോബിൻ്റെ പാപം നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്ന് ജോബിനോട് അവർ പറഞ്ഞു. എന്നാൽ ദൈവത്തിലുള്ള പൂർണ്ണമായ തൻ്റെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. പൂർണ്ണമായി ദൈവമായ കർത്താവിൽ ജോബ് വിശ്വസിക്കുന്നു. ദൈവം ഇത് കണ്ടുകൊണ്ട് ജോബിനെ അനുഗ്രഹിക്കുന്നു. ജോബിന് ഉണ്ടായിരുന്നതിലും ഡബിളായിട്ട് കാര്യങ്ങളെല്ലാം നൽകുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അവസാന ദിവസങ്ങൾ അതിമഹത്വം ഉള്ള ദിവസങ്ങൾ ആയിരുന്നു. പ്രശ്നസങ്കീർണമായ ജീവിതത്തിന് പരിഹാരം തേടി അലയുന്ന ഏറെ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യാഘാതങ്ങളുടെ മേൽ അവർക്ക് ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. വളരെയധികം നിരാശയിലേക്ക് കടന്നു വരുന്നു. ചിന്തിക്കുവാനായിട്ട് തുടങ്ങുന്നു, ഇനി എന്ത്? ദുഃഖങ്ങളും ദുരിതങ്ങളുമെല്ലാം സന്തത സഹചാരികളാണെന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു ഓർമ്മയിലേക്ക് കടന്നു വരാതെ മദ്യത്തിലും മയക്കുമരുന്നിലും ആശ്രയം തേടുന്നതിലേക്ക് കടന്നു വരുന്നു. വിധിയെ പഴിച്ചുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ജീവിതത്തെക്കുറിച്ച് വിലപിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എന്നാൽ ഇതൊന്നും മോചനം തരുന്നില്ല. സൃഷ്ടാവിൻ്റെ വഴികളും ലക്ഷ്യങ്ങളും മാനുഷിക ബുദ്ധിക്ക് അപ്രാപ്യമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരും. ജോബിൻ്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടുന്ന് മുറിവേൽപ്പിക്കും, എന്നാൽ വെച്ച് കെട്ടും, അവിടുന്ന് പ്രഹരിക്കും, എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. ജോബിന് ഈ ബോധ്യമുണ്ടായിരുന്നു. ജോബിന് ഈ ബോധ്യമുണ്ടായിരുന്നതിനാൽ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ദൈവം തൻ്റെ കൂടെയുണ്ട്, തനിക്ക് ആശ്വാസം നൽകും എന്നുള്ള വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു.
ദൈവം തരുന്ന നന്മയെ സ്വീകരിക്കുവാനും ദൈവം തരുന്ന തിന്മയെ സ്വീകരിക്കുവാനും ജോബ് തയ്യാറായി. അത്യുന്നതൻ്റെ കരങ്ങളിൽ നിന്നാണ് എല്ലാം കടന്നു വരുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വന്നു. ഹെബ്രായക്കാർക്ക് എഴുതിക്കൊണ്ട് ലേഖകൻ 12-ാമത്തെ അധ്യായത്തിൽ 6 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നു, താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏതു മകനാണ് ഉള്ളത്? ദൈവം നമ്മുടെ നന്മയ്ക്കായിട്ട് ശിക്ഷണങ്ങൾ തരുന്നു. എന്നാൽ ദൈവത്തിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ആശ്വാസവും ദുഃഖവും ആനന്ദവുമായി മാറുകയാണ് ചെയ്യുന്നത്. സ്വർണം അഗ്നിയിൽ ശുദ്ധീകരിക്കുന്നത് പോലെ ദൈവം ക്ലേശങ്ങൾ നൽകി വിശുദ്ധീകരിക്കുന്നു. എന്താണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 32-ഉം 33-ഉം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, അവിടുന്ന് വേദനിപ്പിച്ചാലും തൻ്റെ കാരുണ്യാതിരേകത്തിന് അനുസൃതമായി ദയ കാണിക്കും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ജോബിനെ പോലെ പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളായി മാറും, എല്ലാ തിന്മകളും നന്മകളായി മാറും. ജോബ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ നമ്മളും അനുഗ്രഹിക്കപ്പെടും. അവിടുന്ന് ഒരിക്കലും മനഃപൂർവ്വം മനുഷ്യ മക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ അഭയം തേടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതാ ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഇതാ ഈ ദൈവവചനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവിൻ്റെ അനുഗ്രഹം കടന്നു വരുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറും. കർത്താവിലുള്ള വിശ്വാസത്തിൽ നിങ്ങൾ മുന്നേറിയാൽ എല്ലാവരെയും കർത്താവായ ഈശോ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്കേവർക്കും നിലകൊള്ളാം. ആമേൻ.